ഹേ ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകുന്നു. സോ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ റൈസ് ഓഫ് നിയോ ക്ലാസിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാണ് ഇന്ന് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നിയോ ക്ലാസിസം എന്ന് പറയുന്നത് ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആയിരുന്നു. അത് 17th ഏർലി 18th സെഞ്ച്വറീസിലുമാണ് നടന്നത്. ഈ നിയോ ക്ലാസിസം എന്ന വേർഡിൻ്റെ മീനിങ് ന്യൂ ക്ലാസിസം എന്നാണ്. ന്യൂ മീൻസ് ന്യൂ. ഇത് റെഫർ ചെയ്യുന്നത് നമ്മുടെ ലിറ്ററേച്ചറിലും ആർട്ടിലുമൊക്കെയുള്ള ക്ലാസിക്കൽ ഗ്രീക്കിൻ്റെയും റോമൻ ഐഡിയാസിൻ്റെയും ഒരു റിവൈവലാണ്, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. സോ റൈറ്റേഴ്സ് ബിലീവ് ചെയ്തിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ലിറ്ററേച്ചർ നല്ല ഡിസിപ്ലിനും ഓർഡറും റീസണും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒന്നായിരിക്കണം എന്നാണ്. ഇനി നിയോ ക്ലാസിസം എന്ന് പറയുന്ന ഏജിന് മുൻപുണ്ടായിരുന്നത് റിനൈസൻസ് പീരീഡ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് റിനൈസൻസിൽ നിന്നും നിയോ ക്ലാസിസം എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നോക്കാം. റിനൈസൻസ് ടൈമിൽ ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ ചില റൈറ്റേഴ്സിന് തോന്നി ഈ റിനൈസൻസ് ലിറ്ററേച്ചർ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റീവ് ആവാനും എക്സസീവ് ആവാനും ഒക്കെ തുടങ്ങി. ബിക്കോസ് ഇമാജിനേഷൻ അത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷനായിട്ടാണ് റൈറ്റേഴ്സ് കുറച്ച് സിംപ്ലിസിറ്റിയും ഓർഡറും ഒക്കെ ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവന്നത്. സോ ഈ ഒരു റിയാക്ഷനാണ് നിയോ ക്ലാസിസം എന്ന് പറയുന്ന പീരീഡിൻ്റെ തുടക്കത്തിന് കാരണമായത്. ഇനി നമുക്കറിയാം എലിസബത്തൻ ഏജ് ഒരുപാട് ഗ്രേറ്റ് റൈറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ലൈക്ക് വില്യം ഷേക്സ്പിയർ, ക്രിസ്റ്റഫർ മാർലോ, എഡ്മണ്ട് സ്പെൻസർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ആ ഒരു ഏജിലാണ് ഉണ്ടായിരുന്നത്. സോ ലിറ്റററി ക്രിറ്റിസിസം ഈ ഒരു ടൈമിൽ അത്ര ഡെവലപ്ഡ് ആയിട്ടൊന്നുമല്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ വർക്ക് എന്ന് പറയുന്നത് ഫിലിപ്പ് സിഡ്നി എഴുതിയ ആൻ അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന വർക്കാണ്. സോ പിന്നീട് ക്രിറ്റിസിസം ന്യൂ ക്ലാസിക്കൽ പീരീഡ് എത്തിയപ്പോൾ നല്ലോണം ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ഇനി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് നോക്കാം. ന്യൂ ക്ലാസിക്കൽ ഏജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിന്ന ഒരു വ്യക്തിയാണ് ജോൺ ഡ്രൈഡൻ. സോ അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നത്. സോ അദ്ദേഹം ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഒരുപാട് സിസ്റ്റമാറ്റിക് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചു. ഇനി ദ അഗസ്റ്റൻ ഏജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിയോ ക്ലാസിക്കൽ പീരീഡിനെ മറ്റൊരു പേരിൽ വിളിക്കും, അതാണ് അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പേര് വരാൻ കാര്യം അല്ലെങ്കിൽ ഈ ഒരു പേര് വരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ അന്നത്തെ ഏൻഷ്യൻ റോം ഭരിച്ചിരുന്നത് എംപറർ അഗസ്റ്റസ് ആയിരുന്നു. സോ അതിൽ നിന്നാണ് ഈ ഒരു പേര് വരുന്നത്. സോ ആ ഒരു പീരീഡ് എന്ന് വെച്ചാൽ വളരെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും ഗ്രേറ്റ് ലിറ്ററേച്ചറും അതിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പീരീഡായിരുന്നു. സോ റോമൻ പോയറ്റ്സായ വിർജിൽ, ഹൊറേസ് ഇവരൊക്കെ ഒരു എന്താ പറയുക ക്ലാസിക്കൽ മോഡൽസായിട്ട് അഡ്മയർഡ് ആയിരുന്ന ഒരു ടൈം പീരീഡായിരുന്നു അത്. ഇനി നിയോ ക്ലാസിസം എന്ന് പറയുന്ന ഏജിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തിരുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓർഡർ, ബാലൻസ്, ഹാർമണി, റീസൺ ആൻഡ് റാഷണൽ തിങ്കിങ്, മോഡറേഷൻ, ഡെക്കോർ. ദാറ്റ് മീൻസ് പ്രോപ്പർ ബിഹേവിയർ ഇൻ ലിറ്ററേച്ചർ. സോ ലിറ്ററേച്ചറിനെ കണ്ടിരുന്നത് വളരെ കെയർഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്തൊരു ആർട്ടായിട്ടാണ്. അല്ലാതെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള റിനൈസൻസ് ടൈമിൽ ഉണ്ടായിരുന്ന പോലെയുള്ള ഇമാജിനേഷനല്ല ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല ഓർഡറിൽ നല്ല ബാലൻസിൽ ആ ഒരു ഡെക്കോറും സ്ട്രക്ചറൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു റൈറ്റേഴ്സ് ലിറ്ററേച്ചറിനെ കണ്ടിരുന്നത്. ഇനി ഈ ഒരു റൂൾസിൻ്റെയും സ്ട്രക്ചറിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ബിലീവ് ചെയ്തിരുന്നത് ലിറ്ററേച്ചർ ചില റൂൾസും ട്രഡീഷൻസും ഒക്കെ ഫോളോ ചെയ്യണമെന്നാണ്. സോ ഈ ഒരു റൈറ്റിങ് എന്താ പറയുക നല്ലൊരു പഠനം, ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക് ഇതൊക്കെ അത്യാവശ്യമായിരുന്നു. സോ അവരെ പ്രിഫർ ചെയ്യുന്നത് ക്ലിയർ സ്ട്രക്ചറും ലോജിക്കൽ തിങ്കിങ്ങുമാണ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് ഐഡിയാസാണ് ഇമിറ്റേഷൻ ആൻഡ് നേച്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇമിറ്റേഷൻ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. റൈറ്റേഴ്സ് ഈ ഒരു സമയത്ത് ബിലീവ് ചെയ്തിരുന്നത് അവർ ക്ലാസിക്കൽ റൈറ്റേഴ്സായ ഹോമർ, വിർജിൽ ഇവരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നാണ്. ഇനി നേച്ചർ എന്താണെന്ന് നോക്കാം. നേച്ചർ ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ ഹ്യൂമൻ ബിഹേവിയർ ആണ്. അതായത് മനുഷ്യന്മാരുടെ ബിഹേവിയറും അതുപോലെ നമ്മുടെ വേൾഡ് പോകുന്ന ഒരു നാച്ചുറൽ ഓർഡർ, ഇതൊക്കെയാണ് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ലിറ്ററേച്ചർ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്
അല്ലെങ്കിൽ ചെയ്യേണ്ടത് ട്രൂ ഹ്യൂമൻ ആക്ഷൻസും, അതായത് സത്യസന്ധമായ ജെന്യുവനായിട്ടുള്ള ഹ്യൂമൻ ആക്ഷൻസും ഇമോഷൻസും ഒക്കെയാണ് എന്നാണ് ഈ ഒരു ഇമിറ്റേഷൻ ആൻഡ് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജോണർ റൂൾസ് എന്താ നമുക്ക് നോക്കാം. ഈ നിയോ ക്ലാസിസിസ്റ്റ് ബിലീവ് ചെയ്തിരുന്നത് ഒരു ക്ലിയർ സെപ്പറേഷൻ ഓഫ് ജോണേഴ്സാണ്. അതായത് പോയട്രി, ഡ്രാമ, പ്രോസ് ഇങ്ങനെയുള്ള ഒരു ക്ലിയർ സെപ്പറേഷനെ അവർ വിശ്വസിച്ചിരുന്നു. അവർ ബിലീവ് ചെയ്തിരുന്നത് ഈ ജോണേഴ്സിൻ്റെയൊക്കെ ഒരു ഹയറാർക്കിയാണ്. അതായത് പോയട്രി വേറെ സെപ്പറേഷൻ, ഡ്രാമ വേറെ, പ്രോസ് വേറെ, അങ്ങനെയുള്ള ഒരു ക്ലിയർ സെപ്പറേഷനിലൂടെയാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കോമൺ പോയറ്റിക് ഫോംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫ്രാൻസിൽ പോയിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അലക്സാൻഡ്രിയൻ വേഴ്സാണ്. ഇംഗ്ലണ്ടിൽ പോയിറ്റ്സ് കോമൺലി യൂസ് ചെയ്തിരുന്നത് ഹീറോയിക് കപ്ലറ്റാണ്. സോ അത് രണ്ടും ജസ്റ്റ് നോട്ട് വെച്ചാൽ മതി. ഇനി കമ്മിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് കൺക്ലൂഷൻ. നിയോ ക്ലാസിസം എന്ന് പറയുന്നത് ഗ്രീസിലും റോമിലും ഉള്ള ക്ലാസിക്കൽ ഐഡിയാസിലേക്കുള്ളൊരു റിട്ടേണാണ്. ഇത് എംഫസൈസ് ചെയ്തിരുന്നത് റീസൺ, ഓർഡർ, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ക്ലാസിക്കൽ മോഡൽസിൻ്റെ ഇമിറ്റേഷൻ. അതുപോലെ ലിറ്ററേച്ചറിനെ യൂസ് ചെയ്തിരുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടായിട്ട് കൂടിയാണ്. സോ നമുക്ക് മനസ്സിലാക്കാം, ഈ നിയോ ക്ലാസിസം വന്നതോടുകൂടി റിനേസൻസ് ക്രിയേറ്റിവിറ്റിയിൽ ഒരു വലിയ ഷിഫ്റ്റ് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ലിറ്റററി കൾച്ചർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് ഓർഡർ, റീസൺ, ക്ലാസിക്കൽ ഡിസിപ്ലിൻ എന്നിങ്ങനെയുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ആൻഡ് നല്ലോണം ടെക്സ്റ്റ് വായിക്കാം. അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.